സെക്കൻഡ് ചാപ്റ്ററാണ് സർക്കിൾസ് എന്ന് പറയുന്നത്. സർക്കിൾസിനെ കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം. ഏതൊരു സർക്കിളിനും ഒരു സെൻറ്റർ ഉണ്ടായിരിക്കുമല്ലോ. ഇവിടെ ഞാനൊരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ O ആയിട്ട് കൊടുത്തു. ഇനി ഇവിടെ കുറേ ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ O ആണ്, നമുക്കറിയാം, റേഡിയസ് വരയ്ക്കാൻ അറിയാം അല്ലേ. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്നും ആ സർക്കിളിൻ്റെ ബൗണ്ടറിയിൽ ഏതൊരു പോയിന്റിലേക്കും വരയ്ക്കുന്ന ലൈനാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഇവിടെ ഏതൊക്കെ റേഡിയസ് ആയിട്ട് എടുക്കാം? OC റേഡിയസ് ആണ്, OD റേഡിയസ് ആണ്, OR റേഡിയസ് ആണ്. AB റേഡിയസ് ആണോ? അല്ല. കാരണം എന്താ? AB സെൻറ്ററിൽ കൂടെയല്ല പാസ് ചെയ്ത് പോകുന്നത്. സോ സെൻറ്ററും വേറെ ഏതൊരു പോയിൻറ്റുമായിട്ട്, സർക്കിളിൽ ഏതൊരു പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന ആ ഒരു ലൈനാണ് എന്ത്? നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ എന്ന് പറഞ്ഞാലോ, നമ്മുടെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്ത് പോവുകയും വേണം, അതിൻ്റെ രണ്ട് എൻഡ് പോയിൻറ്റ്സും സർക്കിളിൽ ബൗണ്ടറിയിൽ ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സിൽ കിടക്കുകയും ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത് എന്താ? DR എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയമീറ്റർ. ഇനി ഈ AB എന്ന് പറയുന്നത് എന്താ? AB എന്ന് പറയുന്നതാണ് കോഡ്. അത് നമുക്കറിയാം. ഏതെങ്കിലും രണ്ട് പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്താൽ മതി. ഇത് ഡയമീറ്റർ കൂടെ തന്നെ പാസ് ചെയ്ത് പോകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ കോഡിൻ്റെ ലെങ്ത് ഈ സർക്കിളിൻ്റെ സെൻറ്ററിലോട്ട് അടുക്കും തോറും എന്ത് ചെയ്യും? കോഡിൻ്റെ ലെങ്ത് കൂടും. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് കോഡാണ് എന്തെന്ന് പറയാം? ഡയമീറ്റർ എന്ന് പറയാം അല്ലേ. അപ്പോൾ നമുക്ക് സെൻറ്റർ എന്താണെന്നറിയാം, റേഡിയസ് എന്താണെന്നറിയാം, ഡയമീറ്റർ അറിയാം, കോഡ് അറിയാം. ഇനി ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ സെൻറ്റർ O ആയിട്ട് കൊടുത്തു. ഇവിടെ AB എന്ന് പറയുന്നത് ഒരു കോഡല്ലേ. അപ്പോൾ ഈ AB കോഡ് ഈ ഒരു സർക്കിളിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരു ലോവർ പാർട്ടും ഒരു അപ്പർ പാർട്ടും. അതിൽ ഈ സെൻറ്ററിനേക്കാൾ താഴ്ന്ന ഭാഗത്ത് കിടക്കുന്ന ഈ ഒരു കുഞ്ഞു പോർഷനെ നമ്മൾ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും. ഇതും സെഗ്മെൻറ്റ്, ഇതും സെഗ്മെൻറ്റ്. നമ്മൾ ഈ കുഞ്ഞ് സെഗ്മെൻറ്റിനെ, അതായത് ഇത്രയും ഒരു സെഗ്മെൻറ്റിനെ നമ്മൾ മൈനർ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും. മൈനർ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും. ഇത് അടുത്ത ഈ ഒരു അപ്പർ ഹാഫിനെ എന്ത് വിളിക്കും? അതായത് ആ ഒരു വലിയ റീജിയനെ എന്ത് വിളിക്കും? നമ്മൾ മേജർ സെഗ്മെൻറ്റ് എന്ന് വിളിക്കും. അപ്പോൾ മൈനർ സെഗ്മെൻറ്റ്, മേജർ സെഗ്മെൻറ്റ്. ഇനി സെഗ്മെൻ്റ് ആണെന്ന് ഓർത്തോണം. ഇനി ഇവിടെ നമ്മൾ കോഡല്ല വരയ്ക്കുന്നത്, സെൻറ്ററിൽ നിന്നും ഇങ്ങനൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അങ്ങനെയാണെങ്കിൽ ഇത്രയൊരു റീജിയൻ ഉണ്ടല്ലോ, ആ ഒരു റീജിയനെ നമ്മൾ സെക്ടർ എന്നാണ് വിളിക്കുന്നത്. സെൻറ്ററിൽ കൂടെ അല്ല ഇവിടെ കട്ട് ചെയ്ത് പോയിരിക്കുന്നത്, ഇത് സെഗ്മെൻറ്റ്, ഇത് സെൻറ്ററിൽ കൂടെ ആണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം ഇത് സെക്ടർ. ഈ ഒരു കുഞ്ഞു പോർഷനെ നമ്മൾ മൈനർ സെക്ടർ എന്ന് വിളിക്കും. ഈ ഒരു ലാർജ് പീസിനെ നമ്മൾ മേജർ സെക്ടർ എന്ന് വിളിക്കും. മേജർ സെക്ടർ. അപ്പം സെഗ്മെൻറ്റും സെക്ടറും ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിക്കോണം. ഇത് മൈനർ സെഗ്മെൻറ്റ്, മേജർ സെഗ്മെൻറ്റ്, മൈനർ സെക്ടർ, മേജർ സെക്ടർ. ഇനി മൈനർ ആർക്കും മേജർ ആർക്കും. മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കുഞ്ഞു ഭാഗം ഉണ്ടല്ലോ, ഇത്രയും ഭാഗം, അതാണ് മൈനർ ആർക്ക്. ഈ വലിയ ഭാഗം മേജർ ആർക്ക്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർക്കിളിൽ ബേസിക്കായിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മെയിനായിട്ടൊരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഇഫ് വി ജോയിൻ ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ടു എ പോയിൻറ്റ് ഓൺ ദ സർക്കിൾ വി ഗെറ്റ് എ റൈറ്റ് ആംഗിൾ. അതായത് ഇപ്പം നമ്മളൊരു സർക്കിൾ ഇവിടെ എടുത്ത് അല്ലേ, വിത്ത് സെൻറ്റർ O ആയിട്ടുള്ളൊരു സർക്കിൾ ഇവിടെ ഞാൻ എടുത്തു. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് AB ആണ് ഡയമീറ്റർ. അങ്ങനെയെങ്കിൽ ഈ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? Aയും Bയും. ഈ ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് നമ്മൾ സർക്കിളിലെ ഏതെങ്കിലും ഒരു പാർട്ട്, ഇവിടോ എവിടെയെങ്കിലും ഒരു പോയിൻറ്റിലേക്ക് ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സിൽ നിന്നും വരയ്ക്കുന്ന ആ ഒരു വരയ്ക്കുമ്പോൾ നമുക്കിവിടെ ഒരു ആംഗിൾ കിട്ടുമല്ലോ ജോയിൻ ചെയ്യുമ്പോൾ. ആ ആംഗിൾ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളിപ്പം AB എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ സർക്കിളിൻ്റെ എടുത്തു എങ്കിൽ ഈ എൻഡ് പോയിൻറ്റ്സ് തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഈ സർക്കിളിൽ ഏതൊരു പോയിന്റിൽ വരച്ചാലും ആ ഒരു ആംഗിൾ എന്താ? റൈറ്റ് ആംഗിൾ ആയിരിക്കും. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? 90 ഡിഗ്രി. ഞാനിവിടെ ഈ രണ്ട് എൻഡ് പോയിൻറ്റ്സും ജോയിൻ ചെയ്ത് ഇവിടെ ഒരു വര വരച്ചു. അവിടെ C എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്തു. അപ്പം ആംഗിൾ ACB എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് പറയാം? 90 ഡിഗ്രിയാണ്. അല്ലെങ്കിൽ നമുക്ക് സിംപ്ലി പറയാം, ഇതിപ്പോൾ ഒരു സെമി സർക്കിൾ അല്ലേ, ഇത്രയും വെച്ചാൽ ഇത്രയും പാർട്ട് എന്ന് പറയുന്ന ഒരു സെമി സർക്കിളാണ്. അപ്പം ആ സെമി സർക്കിളിലോട്ട് വരയ്ക്കുന്ന ആംഗിളുകൾ എന്താണെന്ന് പറയാം? 90 ഡിഗ്രിയാണെന്ന് പറയാം. സോ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് റൈറ്റ് എന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയാണെന്ന് ഓർത്തോണം, റൈറ്റ് ആംഗിൾ. ഇനി എനിക്കിവിടെ മാത്രമേ വരയ്ക്കാൻ പാടുള്ളൂ? അല്ല, ഇവിടെ എവിടെ വരച്ചാലും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ ഇങ്ങോട്ടാണ് വരയ്ക്കുന്നതെന്ന് വെച്ചോ,
ഇങ്ങോട്ട് വരയ്ക്കുക. ഈ ആംഗിൾ എത്ര തന്നെ 90 ഡിഗ്രി. അപ്പം ഈ ഒരു പാർട്ടിൽ എവിടെ വരച്ചാൽ അല്ല നമ്മൾ ഈ സർക്കിൾ നേരെ തിരിച്ചാണ് നോക്കുന്നതെങ്കിൽ ഇവിടുന്ന് ഇതും സെമി സർക്കിളാണല്ലോ. ഈ രണ്ട് പോയിൻറ്റ്സിൽ നിന്ന് ഇങ്ങോട്ട് വരച്ചാലും എന്ത് തന്നെ 90 ഡിഗ്രി. അതായത് സിംപ്ലി ഒരു ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അത്രയാണ് നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരച്ചു, ഡയമീറ്റർ AB എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സർക്കിളിൻ്റെ സെമി സർക്കിളിലുള്ള ഏതൊരു ആംഗിൾ 90 ഡിഗ്രി ആണെന്നറിയാം. അപ്പം ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൽ ടച്ച് ചെയ്യാതെ ഈ സർക്കിളിനുള്ളിലൊരു ആംഗിൾ വരികയാണെങ്കിൽ അതേ ഡയമീറ്റർ AB-യിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഈ ഒരു ആംഗിൾ സർക്കിളിനുള്ളിലുള്ള ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രി വരും, സർക്കിളിന് പുറത്താണെങ്കിൽ എത്ര വരും. ഓൺ ദ സർക്കിൾ നമുക്കറിയാം അല്ലേ 90 ഡിഗ്രിയാണ്. ഇനി ഉള്ളിലാണെങ്കിൽ അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു ഈ ഒരു പോയിൻറ്റ് P എന്ന് കൊടുത്തു, ഇത് Q എന്ന് കൊടുത്തു, ഇത് R എന്ന് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? ആംഗിൾ AQB എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അല്ലേ. നമ്മളിപ്പോൾ പ്രോപ്പർട്ടി പഠിച്ചു, ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഇനി അടുത്തത് സർക്കിളിന് ഉള്ളിലാണെങ്കിൽ, അതായത് ആംഗിൾ APB എന്ന് പറയുന്നത് ഇൻസൈഡ് ദ സർക്കിൾ അല്ലേ. ഇൻസൈഡ് ദ സർക്കിൾ ആകുമ്പം ഇപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഈ ആംഗിളാണോ വലുത്. ഇങ്ങോട്ട് പോകുമ്പോഴത്തോടും ആ ആംഗിൾ കുറഞ്ഞല്ലേ വന്നത്. അപ്പം ഇൻസൈഡ് ദ ആംഗിൾ ആകുമ്പം 90 ഡിഗ്രീനേക്കാൾ കൂടുതലായിരിക്കും. ഇതിപ്പോൾ 90 ഡിഗ്രീനേക്കാൾ കുറവായിരിക്കും ഔട്ട്സൈഡ് ദ സർക്കിളിലോട്ട് പോകുമ്പോൾ ഉള്ള ആംഗിൾ. 90 ഡിഗ്രീനേക്കാൾ വലുതായിരിക്കും ഇൻ ദ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പം ഈ ആംഗിൾ APB എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത ആംഗിൾ ARB എന്ന് പറയുന്നത് ഏതാ? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് 3 കാര്യങ്ങൾ അതിൻ്റെ അകത്തുള്ളത്. ഓൺ ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രി, ഔട്ട്സൈഡ് ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രിനേക്കാൾ ചെറുതായിരിക്കും ആംഗിൾ എപ്പോഴും, ഇൻസൈഡ് ദ സർക്കിൾ ആണെങ്കിൽ 90 ഡിഗ്രിനേക്കാൾ വലുതായിരിക്കും ആംഗിൾ.